ലോക ക്രിക്കറ്റ് ചരിത്രത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചുകൊണ്ടും ആരാധകരെ കടുത്ത നിരാശയിലാഴ്ത്തിക്കൊണ്ടും ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനും ലോകോത്തര സൂപ്പർ ഓൾറൗണ്ടറുമായ ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും പെട്ടെന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണയായി ഒരു പരമ്പരയോ അല്ലെങ്കിൽ ഒരു മത്സരമോ പൂർത്തിയായ ശേഷമാണ് കളിക്കാർ തങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപനം നടത്താറുള്ളത്. എന്നാൽ ഇവിടെ ഒരു ടെസ്റ്റ് മത്സരം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മത്സരത്തിനിടയിൽ വെച്ച് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്നത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസിലൻഡുമായുള്ള 3-ാം ടെസ്റ്റ് മത്സരം പുരോഗമിക്കവേ 3-ാം ദിനത്തിലെ കളി അവസാനിച്ചതിന് ശേഷമാണ് താൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്ന് 35-കാരനായ ഈ ഇതിഹാസ താരം പ്രഖ്യാപിച്ചത്. കരിയറിൻ്റെ മികച്ചൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സ്റ്റോക്സ് എടുത്ത ഈ പെട്ടെന്നുള്ള തീരുമാനം ക്രിക്കറ്റ് വൃത്തങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട്. ബെൻ സ്റ്റോക്സിൻ്റെ ഈ പെട്ടെന്നുള്ള വിരമിക്കലിന് പിന്നിലെ യഥാർത്ഥ വ്യക്തിപരമായ കാരണം എന്താണെന്ന് താരം ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ക്രിക്കറ്റ് ലോകത്തെ അണിയറ സംസാരങ്ങൾ സൂചിപ്പിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വന്ന വലിയൊരു അച്ചടക്ക ലംഘന വിവാദമാണ് താരത്തിൻ്റെ ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെന്നാണ്. പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം അവസാനിച്ചതിന് പിന്നാലെ ഇംഗ്ലണ്ട് ടീം മാനേജ്മെന്റ് കളിക്കാർക്കായി ഏർപ്പെടുത്തിയിരുന്ന കർശനമായ അർദ്ധരാത്രി കർഫ്യൂ ബെൻ സ്റ്റോക്സ് സഹതാരമായ ഗസ് അറ്റ്കിൻസണും ചേർന്ന് ലംഘിച്ചിരുന്നു. കർഫ്യൂ സമയം മറികടന്ന് ഇരുവരും ഒരു പ്രമുഖ നൈറ്റ് ക്ലബ് സന്ദർശിച്ച വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് വലിയ വിവാദത്തിനും കാരണമായി. ഒരു ടീമിന്റെ ക്യാപ്റ്റൻ തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ നിയമലംഘനം നടത്തിയത് ECBയെ ചൂണ്ടിപ്പിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് ECB കടുത്ത ആഭ്യന്തര അന്വേഷണം നടത്തി വരികയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സ്റ്റോക്സിനെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും അടിയന്തരമായി നീക്കം ചെയ്തേക്കുമെന്ന ശക്തമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് ക്രിക്കറ്റ് ബോർഡിന്റെ നടപടികൾക്ക് കാത്തുനിൽക്കാതെ അദ്ദേഹം സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇതോടെ അച്ചടക്ക നടപടിയുടെ നാണക്കേടിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് താരം ഈ വഴി തിരഞ്ഞെടുത്തതെന്നാണ് പല ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുന്നത്. എങ്കിലും സ്റ്റോക്സിന്റെ സമാനതകളില്ലാത്ത കരിയറിനെ മാനിച്ചുകൊണ്ട് ECB ചെയർമാൻ റിച്ചാർഡ് തോംസൺ വികാരനിർഭരമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെ മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളായും തൻ്റെ തലമുറയിലെ ഏറ്റവും നിർണായകമായ വ്യക്തികളിൽ ഒരാളായുമാണ് ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറയുന്നത്. സമ്മർദ്ദഘട്ടങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, നിരന്തരമുള്ള പോരാട്ട വീര്യം, ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ടീമിനായി അസാധാരണമായത് എന്തെങ്കിലും സൃഷ്ടിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധി എന്നിവ എനിക്കും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മറ്റ് ആരാധകർക്കും എന്നേക്കുമായി നിലനിൽക്കുന്ന ഓർമ്മകളാണ് നൽകിയിട്ടുള്ളത്. ബെൻ സ്റ്റോക്സിൻ്റെ ക്രിക്കറ്റ് കരിയറിൻ്റെ തുടക്കം ഏറെ രസകരമായ ഒന്നാണ്. ന്യൂസിലൻഡിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും പിന്നീട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി കളിക്കാനുള്ള ഭാഗ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2011 ഓഗസ്റ്റിൽ അയർലൻഡിനെതിരെയുള്ള ഏകദിന മത്സരത്തിലൂടെയാണ് സ്റ്റോക്സ് ഇംഗ്ലണ്ടിന്റെ കറുത്ത ജേഴ്സിയിൽ അരങ്ങേറുന്നതും. എന്നാൽ വലിയ രീതിയിൽ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചത് 2 വർഷങ്ങൾക്ക് ശേഷം 2013 ഓസ്ട്രേലിയയുമായി നടന്ന ഐതിഹാസികമായ ആഷസ് ടെസ്റ്റ് പരമ്പരയിലൂടെയായിരുന്നു. റെഡ് ബോൾ ക്രിക്കറ്റിൽ ഹരിശ്രീ കുറിച്ച സ്റ്റോക്സ് പിന്നീട് ഇംഗ്ലണ്ടിന്റെ പരാജയപ്പെടാത്ത പടനായകനായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ബാറ്റും ബോളും കൊണ്ട് ഒരേപോലെ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള അസാധാരണ മികവിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ട് ടീമിലെ ഒഴിച്ചുകൂടാനാകാത്ത അവിഭാജ്യ ഘടകമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബിഗ് മാച്ച് പ്ലെയർ എന്ന പദവി അദ്ദേഹം സ്വന്തമാക്കിയത് 2 വലിയ ICC ടൂർണമെൻറ്റുകളുടെ ഫൈനലിലൂടെയായിരുന്നു. 2019 ചരിത്രത്തിൽ ആദ്യമായി ഇംഗ്ലണ്ട് ഏകദിന ലോകകപ്പിൽ മുത്തമിട്ടപ്പോൾ അതിൻ്റെ പൂർണ്ണ അവകാശി ബെൻ സ്റ്റോക്സ് ആയിരുന്നു. തൻ്റെ ജന്മനാടായ ന്യൂസിലൻഡിനെതിരെയുള്ള കലാശ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് തകർച്ച നേരിട്ടപ്പോൾ തളരാതെ പോരാടിയ സ്റ്റോക്സ് 98 പന്തുകളിൽ നിന്നും പുറത്താകാതെ 84 റൺസുകൾ അടിച്ചെടുത്തു. മത്സരം ടൈ ആവുകയും പിന്നീട് ചരിത്രപ്രസിദ്ധമായ സൂപ്പർ ഓവറിലൂടെ ഇംഗ്ലണ്ട് ജേതാക്കളാവുകയും ചെയ്തപ്പോൾ ലോകം സ്റ്റോക്സ് എന്ന പോരാളിയെ ആദരിച്ചു. മെൽബണിൽ നടന്ന 2022 T20 ലോകകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിലും ഇംഗ്ലണ്ടിന്റെ രക്ഷകനായത് സ്റ്റോക്സ് ആയിരുന്നു. കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്ന ആ മത്സരത്തിൽ 49 പന്തിൽ നിന്നും 52 റൺസ് നേടി പുറത്താകാതെ നിന്നുകൊണ്ട് അദ്ദേഹം ഇംഗ്ലണ്ടിന് മറ്റൊരു ലോക കിരീടം കൂടി നേടിക്കൊടുത്തു. കൗതുകകരമായ കാര്യം, ആ വലിയ ഫൈനലിന് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിനായി മറ്റൊരു അന്താരാഷ്ട്ര T20 മത്സരം പോലും കളിച്ചിട്ടില്ല എന്നതാണ്. വിലക്കുകളും വ്യക്തിപരമായ മാനസിക സമ്മർദ്ദങ്ങളും വിവാദങ്ങളും കരിയറിൽ ഉടനീളം വേട്ടയാടിയപ്പോഴും കളിക്കളത്തിലിറങ്ങിയാൽ ചോര തുടിക്കുന്ന പോരാട്ടവീര്യം കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത കളിക്കാരനായിരുന്നു അദ്ദേഹം.
ഹെഡിംഗ്ലി ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം നയിച്ച ഒറ്റയാൾ പോരാട്ടമൊക്കെ ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം ചർച്ച ചെയ്യപ്പെടും. അവസാന ടെസ്റ്റ് മത്സരം പൂർത്തിയാക്കാൻ പോലും നിൽക്കാതെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്സ് എടുത്ത ഈ കടുത്ത തീരുമാനം ഇംഗ്ലണ്ട് ക്രിക്കറ്റിന് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിനെ നയിക്കാൻ പുതിയൊരു നായകനെ കണ്ടെത്തുകയെന്നത് ECBക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും. വിവാദങ്ങളുടെ കറപുരണ്ട വിടപറച്ചിലാണെങ്കിലും ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇക്കാലത്തെ മികച്ച മാച്ച് വിന്നർമാരുടെ പട്ടികയിൽ ബെൻ സ്റ്റോക്സിൻ്റെ പേര് എപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും.